أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ ആയത്താണ് തുടരുന്നത്. ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തിയാക്കുക. എന്നാൽ നിങ്ങൾ തടയപ്പെട്ടാൽ സൗകര്യമായ ബലികർമ്മം നടത്തേണ്ടതാണ്. ബലിമൃഗം അതിൻ്റെ സ്ഥാനത്ത് എത്തുന്നതുവരെ നിങ്ങളുടെ തല മുണ്ഡനം ചെയ്യരുത്. എന്നാൽ നിങ്ങളിൽ ഒരാൾ രോഗിയാവുകയോ അയാളുടെ തലയിൽ വല്ല പീഡയും ഉണ്ടാകുകയോ ചെയ്തുവെങ്കിൽ തല മുണ്ഡനം ചെയ്യാം. അപ്പോൾ വ്രതമോ ദാനധർമ്മമോ ബലിയോ കൊണ്ട് പ്രായശ്ചിത്തം നൽകേണ്ടതാണ്. എന്നാൽ നിങ്ങൾ സമാധാനാവസ്ഥ പ്രാപിച്ചാൽ ഹജ്ജിനോടൊപ്പം ഉംറ നിർവഹിച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ അപ്പോൾ സാധ്യമായ ബലി നിർബന്ധമാകുന്നു. വല്ലവനും അത് കിട്ടിയില്ലെങ്കിൽ, ബലിമൃഗം കിട്ടിയില്ലെങ്കിൽ ഹജ്ജ് വേളയിൽ 3 ദിവസവും നിങ്ങൾ സ്വദേശത്ത് തിരിച്ചെത്തിയാൽ 7 ദിവസവും വ്രതമനുഷ്ഠിക്കണം. അപ്പോൾ അത് തികച്ചും 10 ദിവസമായി. ഇതാകട്ടെ മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്ത് കുടുംബസമേതം താമസിക്കാത്തവർക്ക് മാത്രമുള്ള കൽപ്പനയാകുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് അറിഞ്ഞുകൊള്ളുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഹജ്ജ് നിർവഹിക്കുന്ന വിധം ചുരുങ്ങിയ രീതിയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഉംറ നിർവഹിക്കുന്ന ആളും മീഖാത്തിൽ വച്ച് ഇഹ്റാം കെട്ടുകയും കഅബ മന്ദിരത്തിന് ഖാന കഅബക്ക് 7 പ്രാവശ്യം തവാഫ് ചെയ്യുകയും സഫ മർവ കുന്നുകൾക്കിടയിൽ സഅയ് ചെയ്യുകയും തല മുണ്ഡനം ചെയ്യുകയോ മുടി മുറിക്കുകയോ ചെയ്യേണ്ടതുമാണ്. ഖുർബാനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഖുർബാനിയും ചെയ്യാവുന്നതാണ്. എന്നാൽ ഉംറയിൽ ഖുർബാനി അഥവാ ബലി നിർബന്ധമല്ല. ഹജ്ജും ഉംറയും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഉംറ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായ മാസം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഹജ്ജ് ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ എന്നീ മാസങ്ങളിൽ മാത്രമേ നിർവഹിക്കാവൂ. ഉംറ നിർവഹിക്കൽ നിർബന്ധമല്ല എങ്കിലും അത് ഉത്തമമാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉംറയെപ്പറ്റി ചോദിച്ചപ്പോൾ അത് നിർബന്ധമാണോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് ലാ വ ഇൻ തഅ്തമിറു ഖൈറുൽ ലക്കും. വാജിബ്, അതായത് നിർബന്ധമല്ല, എങ്കിലും നിങ്ങൾ ഉംറ നിർവഹിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉത്തമമാണ് എന്നാണ് പറഞ്ഞത്. ഹജ്ജ് അല്ലെങ്കിൽ ഉംറ നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് രോഗം കാരണമായോ യുദ്ധത്താലോ മറ്റേതെങ്കിലും കാരണത്താൽ വഴി തടസ്സപ്പെടുകയാണെങ്കിൽ ആദരണീയ മക്കയിൽ പോയി ഹജ്ജ് അല്ലെങ്കിൽ ഉംറ നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സൗകര്യമനുസരിച്ച് ലഭ്യമായ ഖുർബാനി ചെയ്യേണ്ടതാണ്. ആ ഖുർബാനി ചെയ്യുന്ന ബലിമൃഗം അത് ബലി ചെയ്യപ്പെടുന്ന സ്ഥാനത്തെത്തുന്നത് വരെ ഇഹ്റാം അഴിക്കാൻ പാടില്ല. തുടർന്ന് പറയുന്നു, ഫമൻ കാന മിൻകും മരീളൻ ഔ ബിഹി അസ്സം മിർ റഅസിഹി ഫഫിദിയത്തും മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്കിൻ. അതായത്, എന്നാൽ നിങ്ങളിൽ ഒരാൾ രോഗിയാവുകയോ
അയാളുടെ തലയിൽ വല്ല പീഡയും തലയിൽ വല്ല അസുഖം ബാധിച്ച കാരണത്താൽ ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്തുവെങ്കിൽ തല മുണ്ഡനം ചെയ്യാം. അപ്പോൾ അതിന് ഫിദിയ അഥവാ പ്രായശ്ചിത്തമായി വ്രതാനുഷ്ഠാനമോ സദഖയോ അതായത് ദാനധർമ്മമോ ബലിയോ നൽകേണ്ടതാണ്. അതായത് പ്രായശ്ചിത്തം 3 വിധത്തിലാണ്. ഒന്നുകിൽ വ്രതമനുഷ്ഠിക്കുക, അതിന് കഴിവില്ലെങ്കിൽ അതല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുക, സദഖ ചെയ്യുക, അതുമല്ലെങ്കിൽ ബലി നൽകുക, ഖുർബാനി ചെയ്യുക. ഹസ്രത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഫിദിയ അഥവാ പ്രായശ്ചിത്തമായി നിശ്ചയിച്ചിരിക്കുന്നത് ഓരോരുത്തരുടെയും കഴിവ് അനുസരിച്ചാണ്, നിലവാരമനുസരിച്ചുള്ളതാണ്. ഒരു വ്യക്തി ദരിദ്രനാണെങ്കിൽ അയാൾ 3 ദിവസം നോമ്പ് നോൽക്കുക, വ്രതമനുഷ്ഠിക്കുക. സാമ്പത്തികമായി ഇടത്തരക്കാരനാണെങ്കിൽ 6 മിസ്കീനുകൾക്ക് ആഹാരം നൽകുക. ധനികനാണെങ്കിൽ ഖുർബാനി നൽകുക. അതായത് ഏറ്റവും കുറഞ്ഞ ഫിദിയ 3 ദിവസത്തെ വ്രതാനുഷ്ഠാനം, അതിനു മുകളിൽ മിസ്കീനുകൾക്ക് ആഹാരം നൽകുക, അതിനു മുകളിൽ ഖുർബാനി. ഏതായിരുന്നാലും ഖുർബാനി ചെയ്യുന്നതിനാണ് മുൻഗണന നൽകപ്പെട്ടിരിക്കുന്നത്. ഈ ആയത്തിൽ തുടർന്ന് പറയുന്നു, ഫമൻ തമത്തഅ ബിൽ ഉംറത്തി ഇലൽ ഹജ്ജി ഫമസ്തൈസറ മിനൽ ഹദി. അതായത് ആരെങ്കിലും ഹജ്ജിനോടൊപ്പം ഉംറ നിർവഹിച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ അപ്പോൾ സാധ്യമായ ബലി നിർബന്ധമാകുന്നു. ഇവിടെ ഹജ്ജും ഉംറയും ഒരുമിച്ച് നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. പരിശുദ്ധ മക്കയിൽ ആളുകൾ 4 ഉദ്ദേശത്തോടെയാണ് പോകാറുള്ളത്. ഒന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുക, മറ്റൊന്ന് വെറും ഉംറ മാത്രം നിർവഹിക്കുക, മൂന്നാമത്തേത് തമത്തു അഥവാ ഹജ്ജിനോടൊപ്പം ഉംറ നിർവഹിക്കുക, നാലാമത്തേത് ഖിറാൻ. ഇതിൽ തമത്തു ഖിറാൻ രണ്ടിലും ഖുർബാനി നിർബന്ധമാണ്. ഖിറാൻ എന്ന് പറഞ്ഞാൽ ഉംറയും ഹജ്ജും നിർവഹിക്കുന്നതാണ് എന്നുള്ള, രണ്ടും നിർവഹിക്കുമെന്നുള്ള നെയ്യത്തോടു കൂടി പോകുന്നതിനാണ്. അതിൽ ഖുർബാനി നിർബന്ധമാണ്. അതിൽ മീഖാത്തിൽ വച്ച് ഹജ്ജും ഉംറയും നിർവഹിക്കുമെന്ന നെയ്യത്തോടു കൂടി ഇഹ്റാം കെട്ടേണ്ടതാണ്. ഹജ്ജ് തമത്തുഇൽ ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇഹ്റാം അഴിക്കാവുന്നതാണ്. പിന്നീട് ദുൽഹജ്ജ 8 ഹജ്ജിന് വേണ്ടി പുതിയതായി ഇഹ്റാം കെട്ടേണ്ടതാണ്. ഇതിലും ഖുർബാനി ചെയ്യാൻ തൗഫീഖ് ലഭിക്കാത്ത ആളുകൾ ഹജ്ജ് വേളയിൽ 3 ദിവസവും സ്വദേശത്ത് തിരിച്ചെത്തിയാൽ 7 ദിവസവും വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു, വത്തഖുല്ലാഹ, അള്ളാഹുവിൻ്റെ തഖ്വ കൈക്കൊള്ളുക, ഭയഭക്തി കൈക്കൊള്ളുക. അതായത് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തഖ്വ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ഹജ്ജും ഉംറയും നിർവഹിക്കുന്നത് നിങ്ങളുടെ മേന്മ കാണിക്കുന്നതിന് വേണ്ടിയാകരുത്. ഇനി അഥവാ അത്തരം ചിന്ത വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കേണപേക്ഷിച്ചുകൊണ്ട് ദുആ ചെയ്യേണ്ടതാണ്. തൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും സൽഫലം നൽകുന്നതിന് വേണ്ടി ദുആ ചെയ്യേണ്ടതാണ്. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന ഭയം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിനോടുള്ള ഭയഭക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്.